എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് മുടി കഴുകുന്നത് മൂലം ഉണ്ടാവുന്ന ചില ഹെയർ പ്രോബ്ലംസിനെ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിനുള്ള ചില ടിപ്സും സൊല്യൂഷൻസും ഹെയർ പാക്സും എല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലെ വീഡിയോസ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്ലോറിൻ വെള്ളം ഉപയോഗിച്ച് നമ്മൾ തല കഴുകുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവുകയും ഹെയർ ഡാമേജ് ഉണ്ടാവുകയും നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സും പൊട്ടി വീഴുന്നതും എല്ലാം കൂടുകയും മുടി ഒരുപാട് ഡള്ളായിട്ട് ചകിരിനാര് പോലെയാവും, കളർ ചേഞ്ചസ് ഉണ്ടാവും, സ്കാൽപ്പ് ഭയങ്കര ഇച്ചിങ് ആയിട്ട് ചൊറിച്ചിൽ ഉണ്ടാവാനെല്ലാം കാരണമാവും ഈ ക്ലോറിൻ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള ചില ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഓലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ക്ലോറിൻ വാട്ടറിൽ തല കഴുകുന്നതിന് മുന്നായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓലിവ് ഓയിൽ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറിന് മുന്നെങ്കിലും തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ ക്ലോറിൻ വാട്ടറിൽ മുടി കഴുകാനായിട്ട്. വെളിച്ചെണ്ണ നമ്മുടെ തലയിലും തലമുടിയിലും തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു കോട്ടിംഗ് പോലെ പ്രവർത്തിച്ചിട്ട് ക്ലോറിനിൽ നിന്ന് നമ്മുടെ മുടിയെയും തലയും സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ക്ലോറിൻ വാട്ടറിൽ കഴുകുന്നതിന് മുന്നായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് തല കഴുകുന്നവരാണെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് ആപ്പിൾ സൈഡർ വിനീഗർ മിക്സ് ചെയ്തിട്ട് തല ഷാമ്പൂ ചെയ്ത് കുളിച്ചതിന് ശേഷം ഈ മിക്സ്ചർ തലയിൽ ഒഴിച്ചു കൊടുക്കുക. തലയിൽ അതായത് സ്കാൽപ്പ് ഫുള്ളായിട്ട് വരുന്ന പോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് തലയിൽ തന്നെ വിടുക. ഇങ്ങനെ വിട്ടതിന് ശേഷം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ തല വീണ്ടും ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. ആ വിനീഗർ ഒന്ന് കഴുകാനായിട്ട് മാത്രം 1 കപ്പ് മാത്രം കുടിക്കുന്ന വെള്ളം എടുത്തിട്ട്, അതായത് നോൺ ക്ലോറിനേറ്റഡ് ആയിരിക്കണം, ക്ലോറിൻ ചേർക്കാത്ത കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് തലയിലൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ pH ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടും ക്ലോറിൻ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ടും വളരെ സഹായിക്കും ഈ ഒരു ആപ്പിൾ സൈഡർ വിനീഗർ റിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടാണ്. ആപ്പിൾ സൈഡർ റെമഡി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡയുടെ റെമഡി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന്, ബേക്കിംഗ് സോഡയുടെ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒരു സമയത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം എടുക്കുക. 200 ml വെള്ളം എടുത്തിട്ട് അതിൽ 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഒഴുകുന്ന കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് തലയിൽ തന്നെ വിട്ടിട്ട് ഒരു ജെന്റിലായിട്ടൊരു മസാജ് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ 1 കപ്പ് കുടിക്കുന്ന വെള്ളം, ക്ലോറിൻ ചേർക്കാത്ത കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് തലയൊന്ന് കഴുകി കൊടുത്താൽ മതി. കുളിക്കുന്നതിന് മുന്നും പിന്നും ഈ ടിപ്സ് നമ്മൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ക്ലോറിൻ വാട്ടർ മൂലം ഉണ്ടാകുന്ന ഹെയർ പ്രോബ്ലംസ് നമ്മൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഹെയർ പാക്സ് ആണ്. അപ്പോൾ ഈ ഹെയർ പാക്സ് യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് ക്ലോറിൻ വാട്ടർ മൂലം ഉണ്ടാകുന്ന ഹെയർ ഡാമേജ് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1 മുട്ടയും 1 വെള്ളരിക്ക, 2 സ്പൂൺ ഓലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, രണ്ടിൽ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മുട്ട ഒരെണ്ണം പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് 1 കുക്കുംബർ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ ഓലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് ഈ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. മിനിമം 30 മിനിറ്റ് എങ്കിലും തലയിൽ വിട്ടതിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് തല കഴുകുക എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 തവണ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ വാട്ടർ മൂലം ഉണ്ടാകുന്ന ഹെയർ ഡാമേജ് ഒഴിവാക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയൊരു ഹെയർ പാക്കും കൂടി ഉണ്ട്. അത് നമ്മൾ തക്കാളി ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 2-3 തക്കാളി എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പ്യൂരി പോലെ അടിച്ചതിന് ശേഷം ഒരു തിക്ക് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മിനിമം ഒരു 30 മിനിറ്റ് വെക്കുക. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇതുപോലെ ചെയ്യുന്നത് മൂലം നമുക്ക് ക്ലോറിൻ വാട്ടറിൻ്റെ ഡാമേജ് കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ടിപ്സും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൂവൺ ടിപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണാൻ വന്നവരേക്കും. ബൈ, സീ യു, ടേക്ക് കെയർ, ലവ് യു ഓൾ.